ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോ മാരേജ് സർട്ടിഫിക്കറ്റിനായി എങ്ങനെ ഓൺലൈനായി അപ്ലൈ ചെയ്യാം എന്നതാണ്. അതിനായി വേണ്ട ഡോക്യുമെൻറ്റ്സ് ഏജ് പ്രൂഫ് തെളിയിക്കുന്നതിനായി അല്ലെങ്കിൽ അഡ്രസ് പ്രൂഫ് തെളിയിക്കുന്നതിനായി 10th സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് അതിലേതെങ്കിലും ഒന്ന് നൽകാവുന്നതാണ്. കൂടാതെ 2 സാക്ഷികൾ വേണം. അവരുടെ ആധാർ കാർഡോ ഏതെങ്കിലും ഒരു ID പ്രൂഫോ നമ്മളിതിനായിട്ട് സബ്മിറ്റ് ചെയ്യണം. ഇനി ഇതെങ്ങനെ ഓൺലൈനായി അപ്ലൈ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കേരള മാരേജ് രജിസ്ട്രേഷൻ എന്ന് സെർച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന ഗൂഗിൾ സെർച്ച് ലിസ്റ്റിൽ നിന്നും ആദ്യത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇതാണ് മാരേജ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ്. അതിൽ നിന്നും ഓൺലൈൻ സബ്മിഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ ജില്ല സെലക്ട് ചെയ്യണം. മുനിസിപ്പാലിറ്റി ആണോ ഗ്രാമപഞ്ചായത്താണോ അത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പഞ്ചായത്തിൻ്റെ പേര് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പേര് സെലക്ട് ചെയ്യുക. ഇനി ന്യൂ ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. തുടർന്ന് വരുന്ന വിൻഡോക്കകത്ത് വധുവിൻ്റെയോ വരൻ്റെയോ പേര് കൊടുക്കാവുന്നതാണ്. പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, അഡ്രസ്സ്, ഒരു പാസ്വേഡും സെറ്റ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കണം. തുടർന്ന് വരുന്ന ഈ പേജിലാണ് വരൻ്റെയും വധുവിൻ്റെയും ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിനുശേഷം കല്യാണം നടന്ന ദിവസം കൊടുക്കണം. തൊട്ട് താഴെയായിട്ട് കല്യാണം നടന്ന സ്ഥലവും പിന്നീട് വില്ലേജും താലൂക്കും കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് അടിച്ച് പോവുക. ഈ ഭാഗത്തായിട്ടാണ് വരൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. പേര്, നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, ഒക്കുപേഷൻ, പെർമനൻ്റ് അഡ്രസ്സ്, പ്രസൻറ്റ് അഡ്രസ്സ്, അപ്പോൾ യഥാക്രമം കൊടുക്കണം. തൊട്ട് താഴെയായിട്ട് വരൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ഓപ്ഷനാണ്. വരൻ്റെ അച്ഛൻ്റെ പേരും അച്ഛൻ്റെ ഏജും അഡ്രസ്സും, അമ്മയുടെ പേരും ഏജും അഡ്രസ്സും കൊടുക്കണം. തുടർന്ന് വരൻ NRI ആണോ എന്നുള്ള ഓപ്ഷനാണ്. ആണ് എങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. തുടർന്ന് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി വധുവിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, ഒക്കുപേഷൻ, പ്രസൻറ്റ് അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സ്. അതിനുശേഷം വധുവിൻ്റെ അമ്മയുടെ പേരും ഏജും അച്ഛൻ്റെ പേരും ഏജും കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. ഇനി 2 സാക്ഷികളുടെ ഡീറ്റെയിൽസാണ് എൻ്റർ ചെയ്യേണ്ടത്. അവരുടെ പേരും അഡ്രസ്സും എൻ്റർ ചെയ്യണം. അതിനുശേഷം ഏത് മതത്തിൻ്റെ അണ്ടറിലാണ് വിവാഹം നടന്നത് എന്നുള്ളത് കൊടുക്കണം. ഹിന്ദുവാണോ, മുസ്ലിമാണോ, ക്രിസ്ത്യനാണോ അങ്ങനെ കൊടുക്കണം. അതിനുശേഷം സാമുദായ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം.
മുസ്ലിം ആണെങ്കിൽ ജമാഅത്ത് കമ്മിറ്റിയിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസാണ് എൻ്റർ ചെയ്യേണ്ടത്. ഹിന്ദു മതമാണെങ്കിൽ അവരുടെ സമുദായത്തിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എൻ്റർ ചെയ്യണം. അതിനുശേഷം വരൻ്റെയും വധുവിൻ്റെയും ID പ്രൂഫിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. 10th സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഏതെങ്കിലും നൽകാവുന്നതാണ്. തുടർന്ന് നമുക്കൊരു പ്രിവ്യൂ പേജ് കിട്ടും. അത് കറക്റ്റായിട്ടൊന്ന് വായിച്ച് നോക്കുക. എല്ലാം ശരിയാണെങ്കിൽ അതിൻ്റെ 2 കോപ്പി എടുക്കണം. അതിൻ്റെ കൂടെ പിന്നെ സാക്ഷികളുടെ 2 പേരുടെയും ID പ്രൂഫും വരൻ്റെയും വധുവിൻ്റെയും ID പ്രൂഫും കൂടാതെ സമുദായത്തിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും ഇതെല്ലാം കൂടി പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ സമർപ്പിക്കേണ്ടതാണ്. ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഒറിജിനൽ വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.